നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണ ലോക കിരീട വാരി ചൂടും പലതരത്തിലുള്ള പ്രഡിക്ഷൻസും മറ്റുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ബ്രസീലിൽ നിന്ന് ഒരു പ്രഡിക്ഷൻ വരുന്നു. അവിടുത്തെ ഗെറ്റ്യൂലിയോ വെർഗാസ് അവരുടെ മുൻ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ഗെറ്റ്യൂലിയോ വെർഗാസ് ഫൗണ്ടേഷൻ FGVയുടെ സ്കൂൾ ഓഫ് അപ്ലൈഡ് മാത്തമാറ്റിക്സിലെ സ്റ്റുഡൻസ് നടത്തിയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ, പ്രോബബിലിറ്റി അനലൈസ് ചെയ്തുകൊണ്ട് ഇത്തവണ ഏറ്റവും അധികം കിരീട സാധ്യത ആർക്കാണ്, അതുപോലെ ബ്രസീലിന് എന്ത് സാധ്യതയാണുള്ളത്, ഇതവരൊന്ന് പഠനവിധേയമാക്കി അതിലൂടെ അവർ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ നമ്മളൊന്ന് നോക്കുകയാണ്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് സ്പെയിനിനാണ്. 15.57% അവരുടെ ഒരു വിന്നിംഗ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് വരുന്നത് അർജൻറ്റീനയാണ്, 13.62% വിന്നിംഗ് പ്രോബിലിറ്റി. മൂന്നാമതാണ് ഇംഗ്ലണ്ട്, 9.24% വിന്നിംഗ് പ്രോബിലിറ്റി. നാലാമത് വരുന്നത് ഫ്രാൻസാണ്, 7.84% വിന്നിംഗ് പ്രോബിലിറ്റി. അതേസമയം അഞ്ചാമത് കൊളംബിയ വരുന്നുണ്ടെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ലാറ്റിൻ അമേരിക്കയിലുള്ള മറ്റൊരു രാജ്യം കൊളംബിയ, 5.56% അവരുടെ വിന്നിംഗ് പ്രോബിലിറ്റി കാണുമ്പോൾ ആറാം സ്ഥാനത്ത് വരുന്നത് ജർമ്മനിയാണ്, 5.51% അവരുടെ വിന്നിംഗ് പ്രോബിലിറ്റി. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ബ്രസീലിൻ്റെ ഗ്രൂപ്പിൽ കളിക്കുന്ന മൊറോക്കോക്ക് അവർ അടുത്ത സ്ഥാനം കൊടുക്കുന്നു. ഏഴാമത് മൊറോക്കോയുടെ വിന്നിംഗ് പ്രോബിലിറ്റി കാണുന്നത് 4.9% പോർച്ചുഗൽ അതിന് താഴെയാണ്. പോർച്ചുഗലിൻ്റെ വിന്നിംഗ് പ്രോബിലിറ്റി 8ാം സ്ഥാനത്ത് 4.86%. അതും കഴിഞ്ഞിട്ടാണ് 9ാം സ്ഥാനം മാത്രമാണ് ബ്രസീലിന് അവർ കൊടുക്കുന്നുള്ളൂ. ഈ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ കിരീട സാധ്യത വെറും 4.68% അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രോബിലിറ്റി കണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ 10ാമത് വരുന്നത് നെതർലൻഡ്സാണ്, 4.02%. 11 ജപ്പാനാണ്, ഏഷ്യയിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനം അവർക്കാണ്, 3.63% അവരുടെ വിന്നിംഗ് പ്രോബിലിറ്റി എങ്കിൽ. 12ാമതാണ് ഉറുഗ്വായ് ഉള്ളത്, 2.7% വിന്നിംഗ് പ്രോബിലിറ്റി. 13 ബെൽജിയം, 2.5%. 14 നോർവേ, 2.33%. 15 ഈക്വഡോർ, 2.2%. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബ്രസീലുകാർ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് ബ്രസീലിൻ്റെ കിരീട സാധ്യത കുറവാണെന്നാണ്. വെറും 9ാം സ്ഥാനം മാത്രമാണ് അവർ കൊടുക്കുന്നത്. അതേസമയം ടോപ്പ് 3യിൽ സ്പെയിന്, അർജൻറ്റീന, ഇംഗ്ലണ്ട് ടീമുകളുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.